പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞു. കുറ്റ്യാടിയിൽ നടന്നത് പ്രവർത്തകരുടെ ആവേശം മൂലമുണ്ടായ ഒരു സ്നേഹത്തള്ളൽ മാത്രമാണെന്നും അതിനെ രാഷ്ട്രീയ സംഘർഷമായി ചിത്രീകരിക്കുന്നത് ദുരുദ്ദേശപരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ ജാഥ എത്തിയപ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ഷാഫി പറമ്പിൽ എംപിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചില്ലെന്ന് ആരോപിച്ച പ്രവർത്തകർ ബഹളം വെച്ചതായും വേദിയിൽ ഉന്തും തള്ളും നടന്നതായും ദൃശ്യങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് പ്രവീൺ കുമാർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ജാഥ നിശ്ചയിച്ച സമയത്തേക്കാൾ ഏറെ വൈകിയാണ് കുറ്റ്യാടിയിൽ എത്തിയത്. സമയം ലാഭിക്കുന്നതിനായി പ്രസംഗകരുടെ പട്ടികയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നേതാക്കൾ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വടകര MP ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു തന്റെ പ്രസംഗം ഒഴിവാക്കി മറ്റുള്ളവർക്ക് അവസരം നൽകണമെന്ന് നിർദ്ദേശിച്ചത്. പാറക്കൽ അബ്ദുള്ളയും MK രാഘവനും സംസാരിക്കട്ടെ എന്നതായിരുന്നു ഷാഫിയുടെ നിലപാട്. എന്നാൽ തന്റെ പ്രിയപ്പെട്ട നേതാവ് പ്രസംഗിക്കുന്നത് കേൾക്കാൻ കാത്തുനിന്ന പ്രവർത്തകർ ഷാഫി പറമ്പിലിന്റെ പേര് വിളിച്ചു പറയുകയും അദ്ദേഹം സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രവർത്തകരുടെ സ്നേഹപൂർവമായ ഈ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാൻ ഷാഫി ശ്രമിച്ചതിനെയാണ് പുറത്തുള്ളവർ ഉന്തും തള്ളുമായി വ്യാഖ്യാനിച്ചതെന്ന് പ്രവീൺ കുമാർ പറഞ്ഞു. ഷാഫിക്ക് യാതൊരുവിധ നീരസവും ഉണ്ടായിട്ടില്ല. തന്നെ പ്രസംഗിക്കാൻ വിളിക്കരുതെന്ന് അദ്ദേഹം സംഘാടകരോട് സ്നേഹപൂർവ്വം പറയുകയായിരുന്നു. ഈ സമയത്ത് പ്രവർത്തകർ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ തിരക്കിനെയാണ് മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചത്. വേദിയിൽ ആരും വീണിട്ടില്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങൾ രാഷ്ട്രീയമായി നേരിടും. എന്നാൽ മാധ്യമങ്ങൾ വസ്തുതകൾ പരിശോധിക്കാതെ വാർത്തകൾ നൽകുന്നത് ഖേദകരമാണ്. ഇന്നലെ പുറത്തുവന്ന വാർത്തകൾ പലതും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തവയായിരുന്നു. ഇത്തരം നിസ്സാരമായ കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ ജാഥയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് മാധ്യമങ്ങൾ തയ്യാറാകേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാത്രി 10 മണിയായിട്ടും 3 മണിക്കൂർ വൈകിയെത്തിയ ജാഥയെ സ്വീകരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് കുറ്റ്യാടിയിൽ തടിച്ചുകൂടിയത്. ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായ ഈ അഭൂതപൂർവമായ പ്രതികരണവും ജനപങ്കാളിത്തവുമാണ് ചർച്ചയാകേണ്ടത്. ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തെ ഇത്തരം വിവാദങ്ങൾ കൊണ്ട് തളർത്താനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു. CPIM സൈബർ വിങ്ങാണ് ഈ സംഭവത്തെ ഊതിവീർപ്പിക്കാൻ ശ്രമിക്കുന്നത്. പുതുയുഗയാത്രയ്ക്ക് ലഭിക്കുന്ന ജനപിന്തുണയിൽ ഭരണപക്ഷം പരിഭ്രാന്തരാണ്. ജാഥയുടെ ക്ഷോഭ കെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. ഏത് ജാഥയായാലും കൺവെൻഷൻ ആയാലും സമയം വൈകുമ്പോൾ സംഘാടകർ എടുക്കുന്ന പ്രായോഗികമായ തീരുമാനങ്ങളെ ഗ്രൂപ്പ് വഴക്കായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും പ്രവീൺ കുമാർ വിമർശിച്ചു. കുറ്റ്യാടിയിലെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലിന്റെ നടപടിയും ചർച്ചയായിരുന്നു. ഷാഫി പറമ്പലിന് മുൻപ് വി.ഡി. സതീശനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം. സാധാരണയായി ജാഥ ക്യാപ്റ്റന് മുൻപാണ് പ്രാദേശിക നേതാക്കളും MP-മാരും സംസാരിക്കാറുള്ളത്. എന്നാൽ സമയം വൈകിയത് കൊണ്ട് മാത്രം വരുത്തിയ ക്രമീകരണമാണിതെന്ന് നേതൃത്വം ആവർത്തിക്കുന്നു. ഷാഫി പറമ്പലിനെ പോലൊരു ജനകീയ നേതാവ് പ്രസംഗിക്കാതെ മടങ്ങുന്നത് പ്രവർത്തകർക്ക് അംഗീകരിക്കാനാകില്ല. അവരുടെ വികാരത്തെ മാനിക്കുന്നുവെന്നും എന്നാൽ അത് നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമായി കാണരുതെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. വടകരയുടെ വികസന കാര്യങ്ങളിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും ഷാഫി പറമ്പിൽ കാണിക്കുന്ന ആവേശം പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. പുതുയുഗയാത്ര വരും ദിവസങ്ങളിലും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും. കുറ്റ്യാടിയിലെ സംഭവം ഒരു പാഠമായി ഉൾക്കണ്ട വരും ദിവസങ്ങളിൽ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാനാണ് UDF തീരുമാനം. അനാവശ്യ വിവാദങ്ങൾ ജാഥയുടെ ലക്ഷ്യത്തെ ബാധിക്കില്ല. വിലക്കയറ്റവും ഭരണവിരുദ്ധ വികാരവും ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. അത് പ്രതിഫലിക്കുന്നതാണ് ഓരോ കേന്ദ്രത്തിലെയും ജനക്കൂട്ടം. സൈബർ ഇടങ്ങളിലെ പ്രചാരണങ്ങൾ അല്പായുസം മാത്രമാണുള്ളതെന്നും ജനങ്ങൾ സത്യം തിരിച്ചറിയുമെന്നും കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.